ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഗണ്ഡാന്ത ദിവസം ഉണ്ടാകുന്ന കുട്ടികൾ അല്പായുസായിരിക്കും. അപ്പൊ ഗണ്ഡാന്ത ദിവസം കുട്ടികളെ ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടാലും നിങ്ങളുടെ ആയുസ്സിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ സിദ്ധറുകൾ പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. വളരെ ചുരുക്കി പറയാം. ഗണ്ഡാന്തം എന്നാൽ അശ്വതി മകം മൂല നക്ഷത്രം ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രം അശ്വതി മകമൂലം എന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗത്തിന്റെ കാൽഭാഗം കാലിൽ കാൽ എന്ന് പറയും. ആയില്യം കേട്ട രേവതിയുടെ അവസാനത്തെ കാൽഭാഗത്തിന്റെ കാൽഭാഗം അതും കാലിൽ കാൽ എന്ന് പറയും. ഈ സമയമാണ് ഗണ്ഡാന്തം. അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പൂണർദം, പൂയം, ആയില്യം ഇങ്ങനെ 9 നക്ഷത്രങ്ങൾ വരിസയായി എഴുതി മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഇങ്ങനെ എഴുതി മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഇങ്ങനെ എഴുതിയാല് 3 എണ്ണത്തിന്റെ 9 ഗണമായി കിട്ടും. അങ്ങനെയുള്ളതില് അശ്വതി മകമൂലം കേതു, ഭരണി വരുമ്പോഴാണ് ശുക്രൻ, കാർത്തിക ഉത്തരമാണ് സൂര്യൻ, രോഹിണിയത്തം തിരുവോണം ചന്ദ്രൻ, മകീരം ചിത്രവിട്ട ചൊവ്വ, തിരുവാതിര ചോദിച്ചതയം രാഹു, പുണർദ വിശാഖ പുരുട്ടാതി വ്യാഴം, പൂയ ഉത്രട്ടാതി ശനി, ആയില്യം കേട്ട രേവതി ബുധൻ. ഇവയ്ക്ക് ചേർന്ന നക്ഷത്രങ്ങളാണ്. അതായത് ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യ ഗ്രഹം ഈ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ അശ്വതി മകം മൂലത്തിന്റെ ആധിപത്യം കേതുവിനായതുകൊണ്ട് കേതുവിന്റെ കർമ്മം വരും. കേതുവിന്റെ കാരകത്വം അല്ലെങ്കിൽ കേതുവിന്റെ കർമ്മം ബാധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ നക്ഷത്ര ദിവസവും. ആയില്യം കേട്ട രേവതി ബുധന്റെ കർമ്മമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അവസാന പാദം കേതു അംശത്തിലേക്ക് വരും. കേതു അംശം ആകും. അപ്പോ ബുധന്റെ കാരകത്വം, ബുധന്റെ കർമ്മ കിട്ടാതെ കേതുവിന്റെ കർമ്മ കണക്ട് ആവും. ഗണ്ഡം പ്ലസ് ഗണ്ഡം എന്ന് പറഞ്ഞാല് ഖണ്ഡമല്ല, ഗണ്ഡമാണ്. ഗ എന്ന് പറഞ്ഞാൽ ഗമിക്കുക, അതായത് ഗമനത്തില് വരുന്ന അണ്ഡം എന്ന് വേണമെങ്കിൽ എടുക്കാം. ഗണ്ഡാന്തം. അപ്പൊ ഗണ്ഡം ഏതാണെന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത് ഗണ്ഡത്തിലിരിക്കുന്ന നക്ഷത്രമാണ്, ഗണ്ഡത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന നക്ഷത്രമാണ്. ശരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ഇടാട്ടോ. ആക്ച്വലി കേതു എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത്, ഞാൻ കുക്ഷിയിലിരിക്കുന്ന കാര്യം പറഞ്ഞ മാതിരി ഇതിരിക്കുന്നത് ഗണ്ഡത്തിലിരിക്കുന്നു അല്ലെങ്കിൽ കുണ്ഠത്തിലിരിക്കുന്നു എന്നും, തമിഴിൽ കുണ്ഠത്തിലിരിക്കുന്നു എന്നും, സംസ്കൃതത്തിൽ ഗണ്ഡത്തിലിരിക്കുന്നു എന്നും, കുറച്ചും കൂടി അന്വേഷിച്ചാൽ കോഷ്ടത്തിലിരിക്കുന്നു എന്നും പറയും. രാഹു കോഷ്ടത്തിലും കേതു ഗണ്ഡത്തിലുമാണ് ഇരിക്കണെന്ന് പറയും. അപ്പൊ എന്താണ് ഗണ്ഡം, എന്താണ് കോഷ്ടം എന്ന് ഇങ്ങനെ മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. നിങ്ങൾക്ക് ശരം അറിയാന്നുണ്ടെങ്കിൽ 3 തലങ്ങളെയും 30കളെയും കടന്ന് അന്ത്യതലമാകുന്ന വാലറ്റമാകുന്ന 10 നാഡികൾക്ക് 10ാമത്തെ നാഡിയായ ധനഞ്ജനന്റെ ഇരിപ്പിടമാകുന്ന കോഷ്ടം എന്ന് പറയുന്ന ഗണ്ഡം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അപ്പോ ഈ സമയത്ത് കേതുവിന്റെ കർമ്മമാണ് ശരീരത്തില് കോസ്മിക് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന, കോസ്മിക് ബോഡിയായിട്ട് കണക്ട് ചെയ്യുന്ന, ആത്മാവിനെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഡിയാണ്. നാഡി ആകുന്ന ആ നാഡി കണക്ട് ആവുന്ന ശങ്കിനി എന്ന് പറഞ്ഞ നാഡിയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ശരം അറിയാമെങ്കിൽ അറിയുള്ളൂ. എന്റെ മറ്റേ അമാനുഷിക ലോകം എന്ന് പറഞ്ഞ ചാനലിൽ നോക്കിയാൽ ശരത്തെ കുറിച്ച് വളരെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മർമ്മങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ വിനയം ഗുരുക്കൾ വർമ്മ കളരിന്ന് അടിച്ചാൽ കിട്ടും. അത് ഫേമസ് ചാനലാണ്, കേരളത്തിൽ തന്നെ കളരിയുടെ. അപ്പൊ ഈ മർമ്മങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. കാര്യം ഓരോ സ്ഥാനങ്ങളിലും നക്ഷത്ര മർമ്മങ്ങളുണ്ട്. അത് മർമാണികൾക്ക് അറിയാൻ പറ്റുള്ളൂ, ജ്യോത്സ്യന്മാർക്ക് അറിയണമെന്നില്ല. കാര്യം പഞ്ചവക്ഷി ശാസ്ത്രം, ശരകല അറിയാവുന്നവർക്ക് അതിലുള്ള സിദ്ധർ ജ്യോതിഷത്തിലാണ് ഇത് വരുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ശരീരത്തിലുണ്ട്. ആ ഗ്രഹസ്ഥാനങ്ങൾ, ഇരിപ്പിടങ്ങൾ ശരീരത്തിൽ സൂക്ഷ്മമായിട്ടുണ്ട്. ശരത്തിലൂടെ, പ്രാണനിലൂടെ ഗ്രഹം കലർന്നു ഓടുന്ന കണക്കൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കുക. ഞാനത് പിന്നീട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. സമയം കുറവായതുകൊണ്ട് പറയാണ്. അശ്വതി മകമൂലം കേതുവിന്റെ കർമ്മമായിട്ട് കണക്ട് ചെയ്യും. കേതുവിന്റെ കർമ്മം എന്താ? കടം, നോയ്, വഴക്ക്. കടവും രോഗങ്ങളും വഴക്കുമാണ്. അപ്പോ
ആയില്യം ബുധന്റെ കർമ്മമാണെങ്കിൽ ബുധൻ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, ബുധൻ രാശിചക്രത്തില് മേഷാദികള് കാലപുരുഷന്റെ 6ാമത്തെ രാശിക്ക് അധിപത്യമുള്ളതാണ്. അതും രോഗത്തെയും വഴക്കിനെയും ഒക്കെ തരും. 6ാം ഭാവം തസ്കരാദി വിജ്ഞാതി വധ്യസ്ഥ എന്നാണ്. ആ തരത്തിലെടുത്താലും അത് അല്ല വേണ്ടത്. ഇത് കേതു അംശമാണ്. അവസാനം വരുമ്പോൾ കേതു അംശം ആയതുകൊണ്ട് ഇതും കേതുവാംശം ഗണ്ഡാംശമാണ്. ഗണ്ഡത്തിന്റെ അംശമാണ്, ഗണ്ഡാന്തമാണ്. അതുകൊണ്ട് കേതുവിന്റെ കർമ്മത്തെ തരുന്നതുകൊണ്ട് കടം, നോയ്, വഴക്കൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കടം വീട്ടിൽ തീർക്കാൻ ഏറ്റവും പറ്റിയ ദിവസമാണിത്. ഇത് കേതു ശുക്രന് നേരെ ഓപ്പോസിറ്റ് ആണ്. ശുക്രന്റെ കർമ്മങ്ങളായിട്ടുള്ള ചില പ്രത്യേക കർമ്മങ്ങള്, ഭോഗാദി കാര്യങ്ങളൊക്കെ കേതുവിന്റെ നക്ഷത്രത്തിൽ നടത്തിയ നാശമാണ് ബലം എന്നൊരു വൈപ്പുണ്ട്. സിദ്ധർ അസ്ട്രോളജി പറയുന്നതാണ്. ഇതിനൊക്കെ വല്ല ലോജിക് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ പറയേണ്ടി വരും, മൊത്തത്തിലേ ഒരു ലോജിക്ക് ഇല്ല, ഒന്നും തന്നെ വിശ്വസനീയമല്ല എന്നുള്ള തരത്തിൽ പറയേണ്ടി വരും. എന്നാൽ സിദ്ധർക്ക് ഇതിനൊരു ലോജിക് ഉണ്ട്. അതിന്റെ ലോജിക്ക് എടുക്കുന്ന ശരകലയിലും ആണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പൊ ഗണ്ഡത്തിലിരിക്കുന്നു, കോഷ്ഠത്തിലിരിക്കുന്നു, കുണ്ടത്തിലിരിക്കുന്ന കേതു ധ്യാന കർമ്മങ്ങള് സിദ്ധർകളെ പോയി കാണുന്നതിനുള്ളത്, ചില പ്രത്യേക മാന്ത്രിക ഉപദേശങ്ങള്, മന്ത്രവാദ കർമ്മങ്ങള്, മാന്ത്രിക ആചാരങ്ങളും ഒക്കെ ചെയ്യുന്നതിന്, കടം വീട്ടുന്നതിന്, ചില പ്രത്യേക മാറാ രോഗങ്ങൾക്ക് ചികിത്സയ്ക്കൊക്കെ ഈ നക്ഷത്രങ്ങൾ എടുക്കാമെന്നല്ലാതെ വേറെ ദിവസം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് മുഹൂർത്താദികൾക്ക് ഇത് എടുക്കാറില്ല. പ്രശ്നം വെക്കാൻ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കടം, നോയ്, വഴക്ക് അപ്പം തന്നെ പറയും ഈ ദിവസം ഉണ്ടെങ്കിൽ. അതാണ് അതിന്റെ ശാസ്ത്രം. കാര്യം നിങ്ങൾ ഈ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രശ്നം വെക്കാനും ഒക്കെ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും കടത്തില്, നോയിലും, വഴക്കില് അവസാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഹൂർത്തങ്ങൾക്ക് ഇത് എടുക്കാറില്ല. ഈ ദിവസങ്ങളിൽ ഉടലുറവ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉടലുറവ് ചെയ്താൽ ഉണ്ടാവുന്ന സന്താനങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ അവര് വിരക്തി അനുഭവിക്കുന്നവരോ, ദാമ്പത്യാദി സാധാരണ ജീവിതം നയിക്കാത്ത സിദ്ധർകളെ പോലെ അത്തരത്തില് ജീവിതം ആഗ്രഹിക്കുന്നവരോ, കാരണം ആ ഫ്രീക്വൻസി ആണല്ലോ ഒന്ന് കണക്ട് ആവുക. പ്രത്യേകിച്ചും ചില പ്രത്യേക നാഴിക, ഗണ്ഡാന്തത്തിലെ 4ക്ക് 4 വരുന്ന നാഴികയിൽ പ്രത്യേകിച്ചും ഫ്രീക്വൻസി, ഓരോ ഇതിന്റെയും ഫ്രീക്വൻസി അത്തരത്തിലാവുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങള് ചില കർമ്മങ്ങൾക്ക് നിഷിദ്ധമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉടലുറവ് ചെയ്യാതിരിക്കുക എന്ന് പറയും. ഞാൻ ആ കാര്യം നിങ്ങൾ പ്രാക്ടിക്കലി അസ്ട്രോളജി പ്രാക്ടിക്കലിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സിദ്ധൻ പറയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ, ധ്യാനാദി കാര്യങ്ങൾ, മന്ത്രദീക്ഷാദി കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. നേരെ മറിച്ച് മറ്റുള്ള ശുക്രന്റെ കാരകത്തുള്ള ശുക്രന്റെ കർമ്മം വരുന്നത് ചെയ്യരുത് എന്നുള്ളതാണ്. മറ്റു ഗ്രഹങ്ങളുടെയും കേതുവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓരോ ഗ്രഹത്തിന്റെയും കർമ്മ ആ നക്ഷത്രമായിട്ട് കണക്റ്റഡ് ആണ്. ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകളും ആ കർമ്മമായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെ ഉള്ളത് പരാശരൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഗണ്ഡാന്ത ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഇതിനെപ്പറ്റി ശരവുമായിട്ട് കണക്ട് ചെയ്ത് വലിയൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇന്നൊക്കെ ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്തീശ്വരായ നമഃ.